ആകുലവേളകളിൽ ആശ്വാസം നൽകിയിടും താൻ. ആകുലവേളകളിൽ ആശ്വാസം നൽകിയിടും താൻ. എന്നറിഞ്ഞു നീയും യേശുവേ നോക്കിയ എണ്ണമില്ല നന്മ നൽകിയിടും താൻ. എന്നറിഞ്ഞു നീയും യേശുവേ നോക്കിയ എണ്ണമില്ല നന്മ നൽകിയിടും താൻ. ദൈവ തിരുനാമത്തിന് മഹത്വം. നമ്മൾ പാടിയതുപോലെ ആകുലവേളകളിൽ ആശ്വാസം നൽകുന്ന താതൻ, ആ താതനെ അറിഞ്ഞ് ആ കർത്താവിൽ ആശ്രയിക്കുന്നവരെ ദൈവം കരുതുന്നു. ഇവിടെ നമ്മൾ ഈ ദിവസങ്ങൾ പഠിക്കുന്നു ഏലിയാവിനെ പോറ്റിയ ദൈവം, ഏലിയാവിലൂടെ സാറാഫാത്തിലെ വിധവയെ കരുതിയ ദൈവം. പ്രിയമുള്ളവരെ, ഈ ഒരു ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നതായ ഒത്തിരി ആഴമായ സത്യങ്ങളുണ്ട്. പലപ്പോഴും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നാം ദൈവീക കരുതലുകളെ അനുഭവിച്ച് നമ്മൾ സ്വാർത്ഥരായി ജീവിപ്പാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് തന്നെ സ്വാർത്ഥത വെടിഞ്ഞുകൊണ്ട്, സ്വർഗീയ സുഖങ്ങളെ വെടിഞ്ഞ് മറ്റുള്ളവർക്കൊരനുഗ്രഹമായി തീരുവാൻ ഭൂമിയിലേക്ക് മനുഷ്യനായി അവതരിച്ചു. ആ കർത്താവായ യേശു ക്രിസ്തു നമ്മളോടും പറയുന്നത് അതുതന്നെയാണ്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും അന്യോന്യം സ്നേഹിക്കണം, മറ്റുള്ളവരെ കരുതണം. ദൈവീക കരുതലിൻ്റെ ഏറ്റവും വലിയ സവിശേഷത അത് പങ്കുവയ്ക്കലിൻ്റെ ഒരനുഭവമാണ്. ഇവിടെ ഏലിയാവിന് നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഏലിയാവിനെ കരുതി കാക്കയിലൂടെയും കെരീത് തോട്ടിലെ അനുഭവത്തിലൂടെയൊക്കെ കരുതിയതിന് ശേഷം അവിടെ നിന്നും തൻ്റെ സുഖ സൗകര്യങ്ങളിൽ നിന്ന് തന്നെ മാറ്റി മറ്റൊരവസ്ഥയിലേക്ക് വിടുകയാണ്. പ്രിയമുള്ളവരെ, ചിലപ്പോഴൊക്കെ എങ്കിലും നമ്മുടെ ജീവിതത്തിൻ്റെ സുഗമമായ ആ ഒരനുഭവത്തിൽ പ്രതികൂലങ്ങൾ വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചെല്ലാം സന്തോഷമായിട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പെട്ടെന്നൊരു പ്രതികൂല സാഹചര്യം വരുമ്പോഴെന്താണ് നമ്മുടെ പ്രതികരണം? പെട്ടെന്ന് ഒരു തോട് വറ്റി, പെട്ടെന്ന് കാക്കയുടെ വരവ് നിന്നും അപ്രതീക്ഷിതമായ ഒരു പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ദൈവത്തോട് നമ്മൾ പിറുപിറുക്കുന്നവരാണോ? അതോ നമ്മുടെ സുഖ സൗകര്യങ്ങളിൽ നിന്ന് പുറത്തു വരുവാനായിട്ട് മടിക്കുന്നവരാണോ? ഇവിടെ ഏലിയാവിൻ്റെ ജീവിതത്തിൽ കാണുന്നത്, ഈ തോട് വറ്റിച്ചപ്പോഴും കാക്കയുടെ വരവ് നിന്നപ്പോഴും ഏലിയാവ് പതറുന്നില്ല, പിറുപിറുക്കുന്നില്ല, അല്ലെങ്കിൽ അവൻ നിരാശനാകുന്നില്ല. ദൈവീകമായ ആലോചനയ്ക്ക് വേണ്ടി വീണ്ടും കാത്തിരിക്കുന്ന ഒരു ഏലിയാവിനെയാണ് കാണുന്നത്. അതേ പ്രിയമുള്ളവരെ, ദൈവീക കരുതൽ നമ്മൾ അനുഭവിപ്പാനായിട്ട് ഈ ദൈവീകമായ ആലോചനകൾക്ക് വേണ്ടി കാത്തിരിക്കണം. ആ ദൈവം വരുന്നതായ ആലോചനകളെ സ്വീകരിക്കണം. അപ്പോൾ ആ കാത്തിരുന്ന ഏലിയാവിനോട് പറയുകയാണ് സാറാഫാത്തിലേക്ക് പോകുവാൻ. അതേ പ്രിയമുള്ളവർ, നമ്മുടെ കംഫോർട്ട് സോണിൽ നിന്നും പുറത്തു വന്ന് മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായി തീരുക. ഇന്ന് പലപ്പോഴും അനേക പ്രിയപ്പെട്ടവരുടെ ആഗ്രഹം എന്ന് പറയുന്നത് എനിക്ക്, എൻ്റെ കുടുംബത്തിന്, എൻ്റെ പ്രിയപ്പെട്ടവർക്ക്. അതല്ല ദൈവീക കരുതലിൻ്റെ സവിശേഷത. ദൈവം ഒരുവനെ കരുതിയാൽ, കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചതുപോലെ, ആ കരുതലിനെ പങ്കുവയ്ക്കുന്നതായ മറ്റൊരുവൻ്റെ കണ്ണുനീര് തുടയ്ക്കുവാൻ വേണ്ടിയിട്ട് കൂടിയാണ് ദൈവം നമ്മളെ കരുതുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ ദൈവീക കരുതൽ ഒരു സ്വാർത്ഥതയുടെ അനുഭവത്തിന് വേണ്ടിയിട്ട് അല്ല. പ്രിയമുള്ളവരെ, ഈ ഭൂമിയിൽ ഞാനും നിങ്ങളുമൊക്കെ ഒരു അനുഗ്രഹം പ്രാപിച്ച് സാമ്പത്തികമായിട്ടൊക്കെ അനുഗ്രഹത്തിലായിരിക്കുന്നുവെങ്കിൽ നമ്മുടെ ഉള്ളിൽ ദൈവീക സ്നേഹം നിറയണം. അതേ പ്രിയമുള്ളവരെ, ആ ദൈവസ്നേഹത്തെപ്പറ്റി യോഹന്നാൻ്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണ്. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ ദൈവം പറയുകയാണ്, എന്നാൽ ഈ ലോകത്തിലെ വസ്തുവകയുള്ളവൻ ആരെങ്കിലും തൻ്റെ സഹോദരന് മുട്ടുള്ളത് കണ്ടിട്ട് അവനോട് മനസ്സലിവ് കാണിക്കാതിരുന്നാൽ ദൈവത്തിൻ്റെ സ്നേഹം അവനിൽ എങ്ങനെ വസിക്കും? പ്രിയമുള്ളവരെ, ഇതൊരു വലിയ പഠിപ്പീരാണ്. ഇത് വലിയൊരു തിരിച്ചറിവാണ്. ദൈവം എന്നെയും നിങ്ങളെയും അനുഗ്രഹിച്ചിട്ടുണ്ട് എങ്കിൽ, പ്രിയമുള്ളവരെ, ആ കരുതലിനെ അറിഞ്ഞ നമ്മൾ നമ്മുടെ ജീവിതത്തിലൂടെ നമ്മുടെ ചുറ്റുപാടിലും ദുരിതം അനുഭവിക്കുന്നവരെ തിരിച്ചറിയണം. നിൻ്റെ സഹോദരൻ്റെ പ്രയാസങ്ങളെ തിരിച്ചറിയുക മാത്രമല്ല,
ആ സഹോദരനെ സഹായിപ്പാനൂടെ സാധിക്കുന്നുവെങ്കിൽ മാത്രമേ നിന്നിൽ ദൈവസ്നേഹം നിറഞ്ഞു നിൽക്കുന്നു എന്ന് മറ്റുള്ളവർ മനസ്സിലാക്കത്തുള്ളൂ. അവിടെ പറയുന്നത് എന്താണ്? അത് ചെയ്യുവാൻ കഴിയുന്നില്ലെങ്കിൽ ദൈവസ്നേഹം എങ്ങനെ വസിക്കും നിന്നിൽ? ഇവിടെ ഈ ഏലിയാവ് തൻ്റെ സുഖസൗകര്യങ്ങളിൽ നിന്നും പെട്ടെന്ന് മറ്റൊരവസ്ഥയിലേക്ക് പോകുക. അതുമാത്രവുമല്ല, സാറാഫാത്തിലേക്ക് വിധവയുടെ അടുത്തേക്ക് പോകുവാൻ പറയുമ്പോൾ മടി കൂടാതെ അവിടെ കടന്നുപോയി. അവിടെ ചെന്നപ്പോൾ ഏലിയാവിലൂടെ ഒരു വിധവയുടെ ഭവനം രക്ഷ പ്രാപിക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ മരണ വീടാകേണ്ടതായ, അടുത്ത ദിവസം അവിടെ മരണത്തിൻ്റെതായ ഒരു വീടായി, വിലാപത്തിൻ്റെ ഒരു വീടായി തീരേണ്ട ഒരു ഭവനത്തെ അപ്പത്തിൻ്റെ ഭവനമാക്കി അനുഗ്രഹിച്ച കർത്താവ്. അതുകൊണ്ട് ഇത് നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില പ്രതിസന്ധികളെ ദൈവം തരുമ്പോൾ അവിടെ നമ്മൾ പിറുപിറുക്കരുത് പ്രിയമുള്ളവരെ. ദൈവം അടുത്ത ആലോചന എന്താണോ ദൈവം പറയുന്നത് അതിനെ കേൾക്കുവാൻ പ്രാർത്ഥനയോടെ കാത്തിരിക്കണം. ആ കാത്തിരിപ്പ് ഒരുപക്ഷെ നമുക്ക് ഒരു സുഖത്തിൻ്റെ അനുഭവം തന്നില്ല എങ്കിലും അല്പം കഴിയുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായിട്ട് മാറും. അത് നമുക്ക് മാത്രമല്ല, നമ്മുടെ ചുറ്റുപാടുകളിലും ദുരിതം അനുഭവിക്കുന്നവർക്ക്. അപ്പോൾ ദൈവിക കരുതൽ ഇങ്ങനെയാണ്. ദൈവിക കരുതലിൻ്റെ സവിശേഷതയെ നമ്മൾ തിരിച്ചറിയുക. അങ്ങനെ സാറാഫാത്തിലെ വിധവയെ ദൈവം പുലർത്തി, പോറ്റി, പരിപാലിച്ചു. അവിടെയും വീണ്ടും നമ്മൾ കാണുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അതിലൂടെ ദൈവത്തിൻ്റെ കരുതൽ ഒരു ദിവസം അനുഭവിച്ചു. അത് നമ്മൾ അടുത്ത ദിവസം പ്രതിസന്ധി വരത്തില്ലെന്നല്ല. താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ ഈ സാറാഫാത്തിലെ വിധവ കുറച്ച് ദിവസം സന്തോഷമായിട്ടൊക്കെ ജീവിച്ചു. അതിനുശേഷം അവൻ്റെ ആ വിധവയുടെ മകൻ മരിക്കുന്ന ഒരനുഭവത്തിലേക്ക് വരുന്നു. അവിടെയും ദൈവം അവളെ കൈവിട്ടില്ല. അതെ പ്രിയമുള്ളവരെ, നമ്മൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഒരു സുഖം കഴിയുമ്പോൾ ഒരു ദുഃഖം വരുമ്പോൾ അവിടെ നമ്മൾ ദൈവത്തോട് പിറുപിറുക്കരുത്. അവിടെയും ഏലിയാവ് രക്ഷകനായിട്ട് ദൈവത്തിൻ്റെ ശക്തിയെ വെളിപ്പെടുത്തുകയാണ്. ആ കുഞ്ഞിന് വീണ്ടും ജീവൻ കൊടുത്ത് അവനെ നിലനിർത്തുന്നതായ, അല്ലെങ്കിൽ അവളുടേതായ വിശ്വാസത്തെ സ്ഥിരപ്പെടുത്തുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു പക്ഷേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനുഭവിക്കുന്നതാണ്. ഒരു ദിവസമെല്ലാം സന്തോഷമായിട്ടിരിക്കുന്നു, പെട്ടെന്ന് നമ്മൾ അപ്രതീക്ഷിതമായ ചില പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മുടേതായ മനോഭാവം എന്താണ്? പ്രാർത്ഥന നിർത്തുന്നവരാണോ? അല്ലെങ്കിൽ കൂട്ടായ്മയ്ക്ക് പോകാതിരിക്കുന്നവരാണോ? അല്ലെങ്കിൽ മറ്റുള്ളവരെ, പ്രാർത്ഥിച്ചവരെ പഴി പറയുന്നവരാണോ? അല്ലെങ്കിൽ നന്മ തന്നവരെ തള്ളിപ്പറയുന്നത് അനുഭവമാണ്? അതൊന്നുമല്ല നമുക്കുണ്ടാകേണ്ടത്. അവിടെയും ഈ കർത്താവിലുള്ള ആശ്രയം മുറുകെ പിടിക്കുക. എന്ന് ഞാൻ ഇപ്രകാരം പറയട്ടെ, ആ കരുതുന്ന കർത്താവിനെ മുറുകെ പിടിക്കുന്ന സ്വഭാവം നമുക്കുണ്ടായിരിക്കണം. എന്തു വന്നാലും, ഇന്ന് എനിക്ക് നന്മ കിട്ടി, നാളെ എനിക്ക് ദോഷം വന്നാലും ഞാൻ എൻ്റെ കർത്താവിനെ കൈവിടുകയില്ല എന്നുള്ളതായ അനുഭവം. ഇതാണ് ഇവിടെ പറഞ്ഞത്. ആകുല വേളകളിൽ ആശ്വാസം നൽകുമെന്നുള്ളതായ എന്നറിഞ്ഞ് നീയും യേശുവെ നോക്കിയാലുണ്ടല്ലോ എണ്ണമില്ലാത്ത നന്മ നമ്മുടെ ജീവിതത്തിലേക്ക് പകരും. നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയമുള്ളവരെ. കരുണയുള്ള കർത്താവെ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഇങ്ങനെ ഒരു നല്ല ദൈവത്തെ രുചിച്ചറിയുവാൻ ഞങ്ങളെ സഹായിച്ചു. പലപ്പോഴും ഏലിയാവിനെ പോലെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സുഖ സൗകര്യങ്ങളിൽ പെട്ടെന്നൊരു തടസ്സം വരുമ്പോൾ ഞങ്ങളുടെ പ്രതികരണം എപ്രകാരമായിരിക്കണം? മറ്റുള്ളവർക്ക് വേണ്ടി ഒരു അനുഗ്രഹ പാത്രമായി തീരുവാൻ, എൻ്റെ ജീവിതത്തിൻ്റെ സങ്കടങ്ങളെ മറ്റുള്ളവരുടെ ഒരു അനുഗ്രഹമാക്കി തീർക്കുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ അതിന് വിധേയപ്പെടുവാനും ദൈവിക ആലോചനകളെ ഉൾക്കൊള്ളുവാനും അതിനനുസരണമായിട്ട് മുന്നേറുവാനും ഞങ്ങളെ സഹായിക്കണം. കരുതുന്ന ദൈവത്തിൽ ആശ്രയിപ്പാനുള്ളതായ കൃപ ഞങ്ങൾക്ക് തരണം. എല്ലാവരെയും അനുഗ്രഹിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.